ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് ചക്കട ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ചക്കട ഉണ്ടാക്കിയെടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ നല്ല ജീരകവും നല്ല പഴുത്ത ചക്ക മിക്സിയിൽ അരച്ചത് 1.5 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ലൂസുള്ള മാവായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ കുഴച്ചെടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഒരു ഇലയെടുത്ത് അതിലേക്ക് 1 സ്പൂൺ മാവ് വെച്ച് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. അതിനുശേഷം ഇല മടക്കി വെച്ച് കൈകൊണ്ടൊന്ന് എല്ലാവരുടെയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ അട നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. നല്ല എളുപ്പമാണ് ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട്. നമുക്ക് ഇതുപോലെ എല്ലാതും പരത്തിയെടുക്കാം. ഇനി ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ അട നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയുള്ള അടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്